സർവം സമർപ്പിക്കുവാൻ സകലരും അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരു കീടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആരെങ്കിലും ഇതുപോലെ മർക്കട മുട്ടിയോട് കൂടി ഞാൻ തോറ്റു കൊടുക്കത്തില്ല, ഞാൻ ഇങ്ങനെ പോകത്തില്ലെന്ന് നാട്ടുകാരോട് പറഞ്ഞു പോയി. ചില ആൾക്കാർ പറയും, ചില ആൾക്കാരെന്താ പറയണത്, അയ്യോ ഞാൻ നിരീശ്വരവാദിയായിട്ട് എല്ലാവരോടും പറഞ്ഞു പോയി. ഒരു സ്റ്റൈലിന് പറഞ്ഞതാണ്. ഇപ്പം മർക്കട മുട്ടിയായിപ്പോയി അകത്ത് പോയി. ഇപ്പം ദൈവമുണ്ടെന്ന് ഉള്ളിൽ നിന്ന് പറഞ്ഞെങ്കിലും പുറത്ത് പറയാൻ നാണക്കേടാണ്. ഓരോ കുരങ്ങന്മാർ പോയി അകപ്പെടണ കണ്ടില്ലേ? എന്ന് കഴിഞ്ഞാൽ അവർ ആദ്യമേ സ്റ്റൈലിന് സ്റ്റാൻഡേർഡിനും വേണ്ടി നാട്ടുകാരുടെ മുമ്പിൽ കൂട്ടുകാരുടെ മുമ്പിൽ പേരെടുക്കാൻ വേണ്ടി നിരീശ്വരവാദിയായിട്ട് സ്വയം ആ കുപ്പായം എടുത്തിട്ട് ഇനി ജന്മം വരെ നീ അതിൻ്റെ തടവറയിലാണ്, നീ രക്ഷപ്പെടത്തില്ല. എന്താ കാര്യം? നിന്നെ രക്ഷപ്പെടുത്തേണ്ട കാലത്ത് ഇവനെ നിരീശ്വരവാദിയാക്കിയിട്ട് അവൻ വീട്ടിൽ കെട്ടിയിടുന്ന വിളിച്ചുള്ള കൂട്ടുകാരുണ്ട്. അവൻ്റെ അപ്പനും അമ്മയും പോലും അതിനെക്കുറിച്ച് വിമർശിക്കുകയില്ല. അവന് അവൻ്റെ വഴി. ഇപ്പം എൻ്റെ ഒരു സിനിമാ നടൻ മരിച്ചില്ലേ, അയാളെന്താ പറഞ്ഞ മക്കളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ വിശ്വസിക്കാം. അയാളുടെ ദൈവത്തെക്കുറിച്ച് വിശ്വാസത്തിന് അയാൾക്ക് ക്ലിയറൻസ് ഇല്ല. സ്വന്തം ദൈവത്തെക്കുറിച്ച് ക്ലിയറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ എല്ലാ ദുരന്തങ്ങളും, ഇതൊരു ആധ്യാത്മികമായ ദുരന്തമാണ്. വ്യക്തതയില്ലാതെ ജീവിതത്തിലെ അവസാനം വരെ പോണത്. ഇനി വ്യക്തത ഉണ്ടായതിന് ശേഷവും നിൻ്റെ കാര്യം കണ്ടതിന് ശേഷവും നാട്ടുകാരുടെ കണ്ണിപ്പൊഴിടാൻ വേണ്ടി നീ പഴയ വേഷം കെട്ടും, നീ വിശ്വാസം ഉപേക്ഷിക്കുകയും ചെയ്യും. അതും ദൈവത്തിന് നേരത്തെ അറിയാം. ഉടമ്പടിക്കാലത്തൊരു വേഷം കെട്ടുകയാണിത്. അതിനുശേഷം ക്രിസ്തുവിൻ്റെ ചൈതന്യത്തെയും ജീവിതത്തെയും സാക്ഷ്യത്തെയും നീ ഉപേക്ഷിക്കുമെന്ന് ക്രിസ്തുവിന് നേരത്തെ അറിയാം. നിങ്ങളെ ഇത് ഈ തീക്കൊള്ളി കൊണ്ട് നമ്മൾ തൊട്ടാൽ പൊള്ളുന്ന കാര്യം വ്യക്തമാണ്. സത്യമായൊരു വിഷയത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിനറിയാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ധാരണയിലെത്താൻ നല്ലതാണ്. ക്രിസ്തുവേ, ഉടമ്പടിക്കാലം കഴിഞ്ഞാലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും. നാട്ടുകാരെ ബോധിപ്പിക്കാനല്ലെങ്കിലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും. പല ആൾക്കാരും ഇന്ന് അവരുടെ അവിശ്വാസം നിലനിർത്തുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ്. ഇപ്പം എന്നെ പള്ളിയിൽ അടക്കണ്ട എന്നൊക്കെ ഒരു സമയത്ത് സ്റ്റൈൽ ആൻഡ് സ്റ്റാൻഡേർഡായിട്ട് എന്തുമാത്രം മനുഷ്യർ പറയും. അങ്ങനെ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കണത് എന്താ? ഒന്നെങ്കിൽ അവർ സാഹിത്യകാരന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർ സിനിമാ നടന്മാരായിരിക്കും. എന്നാൽ ബഹുജനങ്ങളുടെ പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എനിക്ക് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണ മാത്രം പോരാ, എനിക്ക് ബഹുജനങ്ങളുടെ മുഴുവൻ പിന്തുണ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യും? ആദ്യത്തെ അവർക്ക് തള്ളിപ്പറയാൻ പറ്റുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ന്യൂട്രലായിട്ട് നിൽക്കും. സിനിമാ നടന്മാരൊക്കെ ന്യൂട്രലായിട്ട് നിൽക്കുന്നവരുണ്ട്. അവിടെ ഉള്ളിൽ വിശ്വാസമുണ്ട്, പക്ഷേ തള്ളിപ്പറഞ്ഞാൽ പടം കിട്ടത്തില്ല. അതുകൊണ്ട് അവരവിടെ നിൽക്കും. പാട്ടുകാരങ്ങനെ ഉണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരങ്ങനെ ഉണ്ട്, ന്യൂട്രലായിട്ട് നിൽക്കും അവർ. ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഒരു മനുഷ്യൻ്റെ ദുരന്തത്തിൽ, ആധ്യാത്മിക ദുരന്തത്തിൻ്റെ ഏറ്റവും വലുത് ക്രിസ്തുവിനെ അവന് പ്രഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ അവൻ തന്നെ സൃഷ്ടിക്കുന്നതാണ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ. അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതെന്താ പ്രശ്നം എന്ന് പറയണത്? ഈ സൽപ്രവൃത്തികളുടെയും നീതീകരണത്തിൻ്റെയൊക്കെ ഒരു വിഷയം എന്ന് പറയണത് ഇത് ഏതെങ്കിലും ഒക്കേഷനിൽ ചെയ്തു വരണ സംഭവമല്ല. ഇത് നിത്യത വരെ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യമാണ്. ഇത് ഓൺഗോയിങ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടർ നീതീകരണ പ്രക്രിയ. അതെന്തും പറയുകയാണ്, എവിടെയാണ് ഇത്? നമുക്ക് IELTS പാസ്സായ പോരാ, കാനഡയിൽ പോകാനേ പറ്റത്തുള്ളൂ. കാനഡ കഴിഞ്ഞ രാജ്യങ്ങളുണ്ട്, അതിൻ്റെ പേര് ദൈവരാജ്യം എന്നാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. രക്ഷകൻ
അവസാന നീതീകരണം ലഭിക്കണവരെ ഒരു ആത്മാവ് അസ്വസ്ഥമായിരിക്കും. സത്യമായ ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യർ അവസാനത്തെ നീതീകരണം കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞ 25-34 തൊട്ട വചനങ്ങളിലാണ്. 25:34. അനന്തരം രാജാവ് പറഞ്ഞേ. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ ഇതാണ് ലാസ്റ്റ് ജസ്റ്റിഫിക്കേഷൻ. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്താൻ പറയണത് വരെ വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. നീതികരണത്തിൻ്റെ പ്രോസസ്സാണ്. അച്ഛൻ എന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഒക്കേഷണൽ ജസ്റ്റിഫിക്കേഷന് വേണ്ടി കുറച്ച് സൽപ്രവർത്തികൾ ഇപ്പം ചെയ്യുകയാണ്. ഇതിനകത്ത് വരുന്നവർ ഇതുകൊണ്ട് ഉടമ്പടി ലാഗ് ചെയ്യണതിൻ്റെ കാരണം, ഒന്ന്, നിങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്ന ദൈവത്തിന് അറിയാം. രണ്ട്, നിങ്ങളിത് ചെയ്യണ ദൈവസ്നേഹത്തോടെ അല്ല. അപ്പോൾ പിന്നെ ഇത് ഓവർകം ചെയ്യാനുള്ള മാർഗ്ഗം എന്താണ്? ദൈവത്തോട് നേരത്തെ മുൻകൂർ ജാമ്യം പറയണം, ഞാൻ ഇതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അവസാനിപ്പിക്കത്തില്ല, ഞാൻ ദൈവസ്നേഹത്തോട് മാത്രമേ എൻ്റെ ജീവിതം ചെയ്യത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ നൗ ആൻഡ് ദെൻ ആയിട്ടൊരു വ്യക്തിക്ക് അത് ഐഡിയലല്ല. നൗ ആൻഡ് ദെൻ, അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കുറച്ച് സൽപ്രവർത്തികൾ ചെയ്ത് അത് ഫങ്ഷനായിട്ട് മാറ്റാം. പക്ഷേ മിഷനായിട്ടാണ് ഇത് വരേണ്ടത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നാം ഇപ്പോൾ ക്രിസ്തീയ ജീവിതം നമുക്കറിയില്ല, അബൈഡിങ് ലവ്. യോഹന്നാന്റെ സുവിശേഷം 14:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. 14:15. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. എന്റെ കൽപ്പന പാലിക്കും. അടുത്ത വചനം വായിച്ചേ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോൾ ഒന്ന്, ഈ കാര്യങ്ങളെല്ലാം 14:15 അനുസരിച്ചാണ് ചെയ്യേണ്ടത്. എന്താണ്? ദൈവസ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ദൈവസ്നേഹത്തോടെ ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് അവൻ്റെ ആത്മാവോട് കൂടിയായിരിക്കുമെന്നാണ് കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ, വചനത്തിൻ്റെ വെളിപ്പെടുത്തൽ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അപ്പോഴും ഇപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യം കാണാനുള്ള കാര്യപരിപാടിയേക്കാൾ സത്യസന്ധമായി ജീവിതം സുവിശേഷ സ്നേഹത്താൽ ദൈവസ്നേഹത്തോടെ പുനഃക്രമീകരിച്ചുകൊണ്ട് കൃപയിൽ നിറയുവാൻ വളരുവാൻ എന്നെ അഭിഷേകം ചെയ്യട്ടെ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ്റെ ഈ ലൈൻസ് എല്ലാം ഓർത്താണ് നിങ്ങളെ ഈ ഉടമ്പടിയുടെ കൃപാവര പ്രവൃത്തികൾ ചെയ്യുന്നെങ്കിൽ ടൈം ഷോർട്ടാകും. നിങ്ങളുടെ ഉടമ്പടിയിൽ നമുക്ക് ഉടമ്പടിയുടെ സ്വാഭാവിക സാധ്യതയാണ് ടൈം ഷോർട്ടണിങ് ചില ആൾക്കാർക്ക് സംഭവിക്കാത്തതിൻ്റെ കാരണം, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കേട്ട നല്ല സാക്ഷ്യങ്ങൾ ഒന്ന് ജിനിയുടെ സാക്ഷ്യമാണ്. ജിനിയുടെ വിഷയം നിങ്ങൾക്കറിയാമല്ലോ. ജിനി ആ വിഷയത്തെ എങ്ങനെയാണ് കൗൺട്രാക്ട് ചെയ്യണം നോക്കണം. അതായത് ജിനിയുടെ വിഷയം എന്താ, സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. അതായത് അവരുടെ എൻഡോമെട്രിക്സ് എന്ന് പറഞ്ഞ രോഗം അവർക്ക്, അതായത് ഈ കുടലുകളും അതുപോലെ തന്നെ അണ്ഡാശയത്തിൽ സിസ്റ്റ് വളരുന്നു. അപ്പോൾ ഭയങ്കര വല്ലാത്ത വേദനയാണ്, അപ്പോൾ സഹിക്കാനാവാത്ത വേദന. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോകുന്നു, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ വേദന മാറുമെന്ന് വിചാരിച്ചെങ്കിലും വേദന മാറുന്നില്ല, വേദന പിന്നെ ഇരട്ടിയാകും. അത് പിന്നെ കുറേ നാൾ വേറെ ഹോസ്പിറ്റലിൽ പോകും. അപ്പോഴവർ സ്കാൻ ചെയ്യുമ്പോൾ ഈ സിസ്റ്റും ഗർഭപാത്രവും ചെറുകുടലും എല്ലാം കൂടി ഒട്ടിയിരിക്കുക.
അതാണ് ആ വേദന ഇരട്ടിയായത്. അപ്പോൾ അതിനു വേണ്ടി പിന്നീട് ഒരു ഓപ്പറേഷൻ ചെയ്യും. എന്നിട്ട് ഈ കുടലും ഗർഭപാത്രവും അതുപോലെ തന്നെ സിസ്റ്റും ഉള്ള ഗർഭനാളി എല്ലാം മാറ്റുകയല്ല, എല്ലാം വേർപെടുത്തും. പിന്നെയും കുറേ നാളിങ്ങനെ കുറച്ച് ദിവസങ്ങൾ പിന്നെയും വേദന വരും. വേദന പിന്നെയും കൂടി അപ്പോഴും സഹിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റലിലാക്കും. പിന്നെ ഒരിക്കലും കൂടി ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെയും ഒട്ടിയിരിക്കുന്ന കുടൽ മാറ്റും. എനിക്ക് ഒരു വ്യക്തിയുടെ വയറിലാണ് ഇതൊക്കെ ചെയ്യണതേ. മാറ്റിയെങ്കിൽ പിന്നെയും അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വേദന മാറത്തില്ല. പിന്നെ വേദന മാറാതെ അവർ പിന്നെ ആശുപത്രി പിന്നെ ഒരു 6 മാസം മാറുകയാണ്. പിന്നെ ആശുപത്രി മാറും. വേറൊരു ആശുപത്രി പോകും. ആ ആശുപത്രി പോയി കഴിയുമ്പോൾ അവർ പറയും ഇതിങ്ങനെ നമ്മളിങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെ കുടലും ഒട്ടിയിരിക്കണത് മാറ്റി പിന്നെ തുന്നിക്കെട്ടി പിന്നെയും പുറത്ത് വേദന മാറുന്നില്ല, പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് കുടലൊട്ടിരിക്കണ മാറ്റി ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? ഇത് മൊത്തം മാറ്റാമെന്ന് പറയും. അങ്ങനെ വേറൊരു ആശുപത്രി ഓപ്പറേറ്റ് ചെയ്തിട്ട് കുടൽ ഗർഭപാത്രം മാറ്റും, അതുപോലെ തന്നെ ഓവറി മാറ്റും, ഇങ്ങനെ എല്ലാം മാറ്റി. അപ്പോൾ ഇനി കുഴപ്പമില്ലല്ലോ. പക്ഷേ അതെല്ലാം വയറ്റിലുണ്ടായിരുന്ന സംഭവം അവർ പറഞ്ഞ വയറ്റിലുണ്ടായിരുന്ന അങ്ങനെ എല്ലാ സാധനവും മാറ്റിയെന്ന്. വേദന വരുമെന്ന് തോന്നണ എല്ലാ സാധനവും മാറ്റിയിട്ട് പിന്നെയും 3 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും പഴയതിനേക്കാൾ ഇരട്ടി വേദനയാകും. അപ്പോൾ പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു ഇനി ഈ പണിയും പറഞ്ഞുകൊണ്ട് വരരുത്, ഇവിടെ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയും. പിന്നീട് മാറി അപ്പോൾ 4 കൊല്ലമാണ് 14 ആശുപത്രി പോയി 4 കൊല്ലമാണ് ചെലവഴിക്കണത്. ഈ 4 കൊല്ലം 14 ആശുപത്രി പോയിട്ട് അവസാനം വേദന ബാക്കി അവയവങ്ങളൊക്കെ വരുന്ന മാറുകയാണ്. പക്ഷെ അതുകൊണ്ട് വേദന പരിഹരിക്കാൻ പറ്റണില്ല. അപ്പോൾ ആരോട് പറഞ്ഞ് കൃപാസനത്തിൽ പോയാൽ പരിഹരിക്കുമെന്ന് പറഞ്ഞു, വേദന മാറുമെന്ന്. അപ്പോൾ അവരതിന് പറഞ്ഞ വാക്ക് എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്, പക്ഷേ കൃപാസനത്തിലൊന്നും വിശ്വാസമില്ലെന്ന്. മാതാവിൽ വിശ്വാസമുണ്ട്, പക്ഷെ അതിനിപ്പോൾ കൃപാസനത്തിൽ പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും മാതാവ് ഉണ്ടല്ലോ, അത് കറക്റ്റാണ്, റീസണബിളായിട്ട് ശരിയാണത്, യുക്തിപരമായിട്ട് ശരിയല്ലേ. അപ്പോഴെങ്കിലും പിന്നെ സഹിക്കാനാവാതെ വന്നപ്പോൾ അവരിവിടെ വന്ന് അവർ പറയണത് എനിക്ക് കയറി മോളിപ്പോയി ഉടമ്പ് എടുക്കാനൊന്നും പറ്റത്തില്ല, കാര്യം എൻ്റെ അവയവങ്ങളൊക്കെ വലിച്ച് പിടിക്കുകയല്ലേ, വേദനയല്ലേ. അത് കാരണം ഞാനീ മരത്തെ ചാരി നിന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഈ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ഇവിടം വരെ വന്നില്ലേ, നമുക്ക് ഉടമ്പടി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ ഒരു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയെങ്കിലും വേദന പിന്നെ വൈകുന്നേരം വന്ന്. അപ്പോൾ അന്ന് ആദ്യമായിട്ട് അവൾ മാതാവിനോട് സംസാരിച്ച്, അമ്മേ എല്ലാവരും പറയണ കൃപാസനം ചവിട്ടിയ വേദന മാറുമെന്ന്, ഞാനും കൃപാസനം ചവിട്ടി ഉടമ്പടിയും എടുത്ത് എൻ്റെ വേദന എന്താ നീ മാറ്റാത്തതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ വേദന മാറി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വേദന തിരിച്ചു വന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വേദന തിരിച്ചു വരും. അപ്പോഴിവൾ മാതാവിനോട് സംസാരിക്കാൻ പഠിച്ചില്ലേ, പറഞ്ഞു അമ്മേ എനിക്കിപ്പോൾ മനസ്സിലായി നിന്നോട് സംസാരിച്ച വേദന നീ മാറ്റുമെന്ന്. അത് ഞാൻ അനുഭവിച്ച 4 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉറങ്ങണത്. അവൾക്കറിയാമല്ല 4 വർഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതിൽ ഉറങ്ങണം. അപ്പം അമ്മേ നിനക്കറിയാം എൻ്റെ വേദന മാറ്റാനറിയാം, പക്ഷേ എനിക്ക് പിന്നെ വന്നത് എന്താണ്, എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോൾ മനസ്സിൽ അമ്മ ഇവരോട് പറയും, നീ എല്ലാവരോടും പറഞ്ഞില്ലേ സാക്ഷ്യം പറയാമെന്ന്, എന്നോട് നീ പറഞ്ഞില്ലല്ലോ സാക്ഷ്യം പറയാമെന്ന്. അത് കേൾക്കണം, നമുക്ക് അറിഞ്ഞു പോകും വാസുതലേ. അത് ശരിയാണ്, അത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്ത് നമുക്ക് മനസ്സിലാവും, എൻ്റെ ഫീലിംഗ് ലെവൽ ഭയങ്കരമാണ്. എല്ലാവരോടും നീ പറഞ്ഞു ചുറ്റുപാടുന്നു ഞാൻ സാക്ഷ്യം പറയാമെന്ന്, പക്ഷെ നീ എന്നോട് പറഞ്ഞില്ല സാക്ഷ്യം പറയാമെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞിരിക്കണം ഞാൻ സത്യമായിട്ട് സാക്ഷ്യം പറയാമെന്ന്. ആ സെക്കൻഡ് വേദന പോകും. പിന്നെ ജിനി പറയണത് വെച്ചാൽ ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, എനിക്ക് വണ്ടി പേടിയായിരുന്നു, ഇപ്പോൾ എനിക്ക് വണ്ടി ക്രേസാണ്, ഞാൻ വണ്ടി ഓടിച്ചാണ് പോണത്. എന്നോട് സ്റ്റെപ്പ് കയറുമെന്ന് പറഞ്ഞായിരുന്നു, വലിയ തൂക്കങ്ങൾ ഭാരം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ വലിയ തൂക്കങ്ങൾ ഭാരം എടുക്കും, സ്റ്റെപ്പ് കയറും, വണ്ടി ഓടിച്ച് പോകും, ഇപ്പം ഞാൻ ഓക്കെ ആയെന്ന് പറയും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഞങ്ങളും നിന്മക്കളല്ലോ, നിന്റെ യേശുവിനോടെന്നും നിന്നിൽ നിന്നാകുന്നു
രക്ഷകദൈവം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഫെയ്ത്ത് ഇൻ ദ റീസൺ ലെവൽ എന്ന്. ഇപ്പം ജിനിയുടെ ആദ്യത്തെ ഫെയ്ത്ത് ലെവൽ എന്താണ്? റീസണാണ്. കാര്യം എന്താണ്? എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്, നമ്മുടെ പള്ളിയിൽ മാതാവ് ഉണ്ട്, അതാണ് റീസൺ ലെവൽ എന്ന് പറയുന്നത്. പക്ഷേ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് കൃപാസന അമ്മയുടെ തിരുസന്നിധിയിൽ വന്നിട്ട് ഉടമ്പടി എടുക്കണത്. പിന്നീട് ഈ റീസൺ ലെവൽ ലവ് ലെവലായിട്ട് മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാകും, ഒക്കെ മനസ്സിലാകും. സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴൊക്കെ മനസ്സിലാകും സംസാരിക്കാൻ പറ്റിയ ആളാണെന്ന് മനസ്സിലാവും. നിങ്ങൾക്കറിയാവോ ഇന്ന് എന്തുമാത്രം ആൾക്കാരാണ് മാതാവിന് സംസാരിക്കണം. അവിടെ പ്രാർത്ഥന തന്നെ സ്നേഹത്തിൻ്റെ സംസാരമാക്കി മാറ്റി. അപ്പോൾ അവിടെ ദൈവസ്നേഹം കൂടി ലവ് ലെവൽ വർദ്ധിപ്പിച്ചു. ഇത് ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ളൊരു മാർഗ്ഗമാണിത്. എന്താണ്? നിങ്ങളുടെ ലവ് ലെവൽ വർദ്ധിപ്പിക്കണം. ലവ് ലെവൽ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താ പ്രശ്നം? നിങ്ങളുടെ വെറുപ്പ്, വിദ്വേഷം, പക, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, അതെല്ലാം മാറ്റേണ്ടി വരും. പക്ഷെ അതെല്ലാം മാറ്റേണ്ടി വരുമെന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ, ചില വചനങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കഠിനമാണെന്ന്, അല്ലേ? ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കഠിനമാണ്. കഠിനമല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹം ഇല്ലാതെ ചില വചനങ്ങളെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? ക്രിസ്തുവിൻ്റെ വേറെ എന്നെ വിശുദ്ധിയിൽ വളർത്താൻ, എന്നെ കൃപയിൽ ഉയർത്താൻ ക്രിസ്തു വേറൊരു വേഷമായി എന്നെ പരിപാലിക്കുകയും. ഇത് ഭയങ്കരമാണ്. ഇതുകൊണ്ടാണ് നീ ശത്രുവിനെ പോലും ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയണത്, അല്ലേ? അങ്ങനെ വചനമില്ലേ? ശത്രുവിനെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കട്ടെ മക്കളെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി ശ്രീകയുടെ സുവിശേഷം 5:43 എടുത്തേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 5:43 അയൽക്കാരനെ സ്നേഹിക്കുക, പറഞ്ഞേ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. ഇതൊരു ഭയങ്കര ഗോസ്പൽ മെക്കാനിസമാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാക്കുകയാണ്. അല്ലാതെ അവരോട് ക്ഷമിച്ചിട്ട് നാണം കെടുക്കുക എന്നുള്ളതിലാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, ഇല്ലേ? നമ്മൾ തന്തയ്ക്ക് വിളിച്ച് എൻ്റെ അടുത്ത് പോയി നമ്മൾ പിന്നെ അങ്ങോട്ട് ക്ഷമിക്കാനല്ല പറഞ്ഞിരിക്കണത്. അപ്പോൾ നമ്മൾ ഓർക്ക് ഇതെന്ത് പരിപാടി, അവൻ പിന്നെയും നമ്മൾ കളിയാക്കത്തില്ലേ? അപ്പോൾ നമ്മളെ മാനുഷികതയാണ് നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യണത്. ക്രിസ്തു നമ്മുടെ മാനുഷികത അല്ല അഡ്രസ്സ് ചെയ്യണത്. എന്താ പറയണത്? നിങ്ങളെ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായി മാറുമെന്നാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലവ് ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ശത്രുവിൻ്റെ വേഷം കൊണ്ട് ദൈവം വരികയാണ്. ദൈവം തന്നെയാണത്, മനസ്സിലായില്ലേ? അത് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആധ്യാത്മിക ജ്ഞാനം വേണം ഈ വിഷയത്തിൽ. നമ്മളെ ദൈവ പൈതലാക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ദൈവം എന്ത് വേഷം കെട്ടാനും തയ്യാറാണ്. അതിലൊരു വേഷമാണ് ശത്രുത എന്ന് പറയുന്നത്. നിങ്ങൾ ചണ്ട കൂടുന്ന വേഷം, ചിലപ്പോൾ അതിൻ്റെ അകത്ത് ജ്ഞാനപരമുള്ളവൻ. അതുകൊണ്ടാണ് ക്രിസ്തു മിണ്ടാതിരിക്കും എപ്പോഴും കുരിശിൽ പോരും. എന്താ കാര്യം? ഇതെല്ലാം പിതാവാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഈ കുരിശിലുള്ള പീഡകളെല്ലാം പിന്നിലെല്ലാം പിതാവിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഇതിന് പിന്നിലുള്ളത് കൊണ്ടാണ് അവൻ കൊല്ലാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ മൗനനായിരുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണ്? എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങളുടെയൊക്കെ കുടിക്കാൻ തന്നു. അപ്പോൾ അവരോട് ചോദിക്കും, അവർ ഈശോയോട് ചോദിക്കും, നിന്നെ എപ്പോഴാണ് വിശക്കുന്നതിനെ കണ്ടത്? എൻ്റെ ഏറ്റവും എളിയവനിൽ നീ കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ ഈ ശത്രുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈ ശത്രുതയല്ല ഏറ്റവും കൂടുതൽ എന്നെ ഹർട്ട് ചെയ്യണത്. അപ്പോൾ അതിനെ അതിലംഘിച്ചുകൊണ്ട് ഞാൻ ദൈവസ്നേഹം കൊടുക്കുമ്പോൾ ഞാൻ ദൈവപൈതലായിട്ട് ഗ്രേഡറ്റ് ചെയ്യുകയാണ്. എന്താ കാര്യം? നിത്യത കണ്ടുകൊണ്ടാണ് വചനങ്ങളെല്ലാം കഠിനമാക്കി വെച്ചിരിക്കുന്നത്.
നിത്യതയുടെ ഒരു വാട്ടർ മാർക്ക് എല്ലാ വചനങ്ങളിലും ഉണ്ട്, പ്രത്യേകിച്ച് കടുപ്പമുള്ള വചനങ്ങളിൽ. ഒരു വചനം കടുപ്പമാണ്. ഇപ്പം നിനക്ക് ക്ഷമിക്കാൻ, പിന്നെ എൻ്റെ പട്ടി പോകും അവളുടെ അടിച്ചതിൻ്റെ അടുത്ത്, ഞാൻ അവളെ എൻ്റെ അടിച്ചതിൻ്റെ അടുത്ത് കയറത്തില്ല, പിന്നെ എൻ്റെ പട്ടി പോകും ക്ഷമ ചോദിക്കുക എന്നൊക്കെ നല്ല കാര്യമാണ്. നിങ്ങൾ അങ്ങനെ തന്നെ പറയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കരുത്. നിങ്ങൾ വ്യഭിചരിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു സിനിമാ നടൻ മരിക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയ പറയുന്നത് എന്താണ്, ആ വൈഫ് തന്നെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, അയാളുടെ കൂട്ടത്തിൽ ഞാനൊരു മൂന്നാമത്തെ ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ ഓരോ രീതിയിൽ ജീവിക്കാൻ പറ്റും. ആരും നിങ്ങളുടെ കയ്യിലും കാലിലും പിടിക്കത്തില്ല. എന്നിട്ട് എവിടെയും പോയി മരിക്കാം, എവിടെയും പോയി അടക്കാം, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ബൈബിള് അവസാനിക്കുമ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതലേ കക്കുന്നവനായിട്ട് തന്നെ നിൽക്കട്ടെ. ദൈവത്തെ ഓർത്ത് കാര്യം പിടിക്കുക. നിങ്ങൾ ആരും മാനസാന്തരപ്പെടരുത്. Take the word of God 22 വെളിപാട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 വെളിപാട് 22:11. വെളിപാട് 22:11. അനീതി ചെയ്തിരുന്നവൻ പറഞ്ഞേ, അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. കൈയടിച്ച് ചെയ്തു കൊള്ളട്ടെ. എങ്ങനെയുണ്ട് പരിപാടി? കേട്ടോ കേട്ടോ കേട്ടോ. ബൈബിള് തീരാൻ പോകുകയാണ്. ലാസ്റ്റ് വാക്കുകളാണ്. എന്താണ്? അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ലാസ്റ്റ് സമയത്തിൻ്റെ അവസാനം ആരെയും മാനസാന്തരയ്ക്ക് വിളിക്കാത്ത ലോകത്തിലെ ഒരേ ഒരു പുസ്തകമാണ് ബൈബിൾ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് ബ്രാൻഡഡ് ആയിരിക്കുകയാണ്. അവൻ മാനസാന്തരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാര്യം അത് വരപ്രസാദമാണ്. മാനസാന്തരം ദൈവം നിങ്ങൾക്ക് നൽകുന്ന മനസ്സലിവാണ്. കഠിനമായ മനസ്സുള്ളവർ കഠിനമായിട്ട് തന്നെ പോകട്ടെ എന്ന് പറയും. കഠിനമല്ലാതെ മനസ്സലിവുള്ളവനായി നിൽക്കട്ടെ, ഇനി സമയമില്ലെന്ന് പറയും. എല്ലാ മനുഷ്യരുടെ മുന്നിൽ ഈ സമയമില്ലാത്തൊരു സമയം വന്നിട്ട് പറയും, ഡോണ്ട് റിപ്പീറ്റ്, ഡോണ്ട് കൺട്രേറ്റ്, ഡോണ്ട് ഹാവ് കൺട്രീഷൻ, ഡോണ്ട് റിപ്പൻറ്റ്. എന്നെയും നിൻ്റെയും മുഖത്ത് നോക്കി ദൈവം എന്നെങ്കിലും ഇനി മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമാകും. അപ്പോഴേ ഇതൊരു സമയമാണ്. മാനസാന്തരം ഒരു സമയമാണ്. ഹൃദയത്തിൻ്റെ അലിവ് ഞാൻ എപ്പോഴും ഓർക്കുകയും, ഒരു പുരോഹിതൻ ബൈബിളിൽ കഥ പറയുമ്പോഴേ കർത്താവ് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, നിത്യതയുടെ വാട്ടർ മാർക്കിനെ വെക്കും. നിത്യതയുടെ ഒരു ജലമുദ്ര വെച്ചിട്ടാണ് ബൈബിൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കഥ പറയുമ്പോഴും അതിൻ്റെ അകത്ത് ഈ നിത്യതയുടെ വാട്ടർ മാർക്ക് കാണാം. എന്താ പറയണത്? ഒരു മനുഷ്യൻ ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ പറഞ്ഞു, നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കണത്? അപ്പോൾ അവരെന്ത് പറയും? എല്ലാത്തിനേക്കാളും ഒരു ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എന്നാൽ നീ പോയി അതുപോലെ ചെയ്യുക. അപ്പം അവൻ തിരിച്ചു ചോദിക്കും, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ ഈശോ പറയും, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു. കള്ളന്മാരുടെ കൈ അകപ്പെട്ടു. അവൻ്റെ വസ്തുവകൾ അടിച്ചു മാറ്റിയിട്ട് അവനെ മൃതപ്രായനായിട്ട് വഴി തള്ളി. ആ വഴിക്കൊരു ലേവായം പോയി, ആ വഴിക്കൊരു പുരോഹിതൻ പോയി. രണ്ട് കക്ഷികളും അൾത്താരയുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിയാണ്. ലേവായനായാലും ശരി, അവരിൽ നിന്നാണ് പുരോഹിതനുണ്ടാകുന്നത്. അപ്പോൾ ഈ കർത്താവിനോട് അടുത്ത ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് കക്ഷികളെ ഈശോ കഥയിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് കർത്താവുമായിട്ട് ഒരു അടുപ്പമില്ലാത്ത ഒരു സമറിയാക്കാരനെ കൊണ്ടുവരും. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് കക്ഷികളും എണ്ണയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. പുരോഹിതനെ എണ്ണയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന സദോക്ക് പുരോഹിതനാണ്. സോളമനെ എണ്ണ ഒഴിച്ച് വാഴിച്ച ആളാണ്. പുരോഹിതന് എണ്ണ കൈകാര്യം ചെയ്യേണ്ട ആളാണ്. ലേവ്യ പുരോഹിതനും എണ്ണ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ രണ്ട് കക്ഷികളുടെ എണ്ണയില്ല. ഇനി ദൈവവുമായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യന് എണ്ണയും കൊണ്ട് വരുന്നുണ്ട്. അവൻ്റെ പേരെന്താണ്? സമറിയക്കാരൻ. അവനിവനെ കണ്ടു, അടുത്ത് ചെന്നു എന്ന് ബൈബിൾ എന്നിട്ട് പറയും, അവൻ്റെ മനസ്സലിഞ്ഞു വന്നു. ശ്രദ്ധിക്കട്ടെ. ലൂക്ക 10:33.
എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. ലൂക്കാസ് വിശേഷം 10:33 എന്താണ്? അവൻ്റെ അടുത്ത് ചെന്ന് മനസ്സലിഞ്ഞു വന്നു. എൻ്റെ മക്കളെ, ഉടമ്പടി എടുത്തുകൊണ്ട് നിങ്ങൾ രോഗികളെ കാണുന്നു, പക്ഷെ മനസ്സരിയാതെ കാണാൻ പറ്റുമോ? മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്തുകൊണ്ട് നിങ്ങൾ രോഗികളെ കാണുന്നു, അതുപോലെ തന്നെ ഓർഫണേജിൽ പോകുന്നു, വൃദ്ധസദനത്തിൽ പോകുന്നു, അവിടെ ഉടുപ്പ് അലക്കുന്നു, പക്ഷേ എങ്ങനെയെങ്കിലും ദൈവം ഒന്ന് പ്രസാദിച്ച് എനിക്ക് ആ PR ഒന്ന് കിട്ടിയാൽ മതി. അതാണ് വിഷയം. അതിനകത്ത് വരുന്ന വിഷയം ഇതാണ്. പക്ഷെ അതിന് വേണ്ട കണ്ടന്റ് എന്താണ്? ഈ മനസ്സലിവാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ഉടമ്പടി പ്രകാരം ദൈവസ്നേഹത്തോടെ എല്ലാ ദീനക്കാരിലും അങ്ങേ കാണുമ്പോൾ മനസ്സലിയാൻ എന്നെ സഹായിക്കണം. മനസ്സലിവ് ആദ്യം ഉണ്ടായത് ആർക്കാണ്? ഈശോയ്ക്കാണ്. ജനത്തെക്കൂട്ടത്തെ കണ്ടപ്പോൾ അതിന് അനുകമ്പ തോന്നി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മത്തായി 9:36 ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. ഈ അനുകമ്പ, മനസ്സലിവ്, ഒരു സൽപ്രവൃത്തിയെ ക്രിസ്തുവിൻ്റെ കൃപാപര പ്രവൃത്തിയാക്കി മാറ്റുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ നിലവാരം സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ മാത്രമേ താഴെ വരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഒരു സൽപ്രവൃത്തിയെ കൃപാപര പ്രവൃത്തി ആക്കണത്, അത് ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ മനസ്സ് നിലവാരപ്പെടുമ്പോഴാണ് ശരിക്കും. പതറിയണമെങ്കിലേ എന്ത് ചെയ്താലും, ഇപ്പം ഞാൻ നിങ്ങളെ പത്രവും കൊടുത്ത് വിടും, ഭയങ്കര ഓരോരുത്തർ പറയും. അതായത് ലോകം മുഴുവൻ സുവിശേഷം ക്രിസ്തുവിനെ കൈമാറുന്ന സഭയിലെ ഏറ്റവും വലിയ ഒരു സംരംഭമാണിത്. ഇത് വെറുതെ കിട്ടിയൊന്നുമല്ല. 4 വയസ്സ് മുതൽ ഈ കക്ഷിയുടെ പുറകെ നടന്ന് കിട്ടിയതാ. എങ്ങനെയാണ് ദൈവമേ സുവിശേഷ വേല ചെയ്യേണ്ടത്, അതിന് പട്ടക്കാരനായ പറ്റുമെന്ന് എനിക്കൊരു ബോധമുണ്ടായിരുന്നു 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോഴൊക്കെ. അതിനുശേഷം പട്ടക്കാരനായതിനു ശേഷവും പിന്നെയും ബാക്കി കർത്താവെ സുവിശേഷ വേലയെക്കുറിച്ച് പിന്നെയും എനിക്ക് ഇതല്ല, ഈ ശങ്കരാചാര്യ പറഞ്ഞ പോലെ നേതി ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുണ്ടെന്ന്. അങ്ങനെ അപ്പുറത്തുള്ളതിനെ അന്വേഷിച്ചപ്പോഴാണ് കർത്താവ് നമ്മളെ ഉടമ്പടി വരെ എത്തിയത്. നിങ്ങളിന്ന് എന്തുമാത്രം പ്രേക്ഷിതരാണ് ഉള്ളത്. പക്ഷേ പ്രേക്ഷിതരെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പത്രം കൊണ്ടൊരു മനുഷ്യൻ്റെ മുമ്പിലേക്ക്, ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങളെ തന്തക്ക് വിളിക്കുമെന്ന് ആദ്യമേ നിങ്ങൾ കരുതണം. കാര്യം അവർക്ക് അവിടെ നിന്ന് തന്തക്ക് വിളിക്കാതിരിക്കുന്നത് ആരായിരിക്കും? അവരായിരിക്കല്ല, ക്രിസ്തു തന്നെയായിരിക്കും. പോരെ, പണിയായം. കാര്യം വചനം അങ്ങനെയല്ല പോണത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ ആരെ കാണുമെന്നാണ് പറയണത്? ക്രിസ്തുവിനെ കാണണം. എന്നിട്ട് എന്താ കാണണത്? ഈ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എളിമപ്പെടണം. അല്ലാതെ അവരെയും തന്തക്ക് വിളിച്ചിട്ട് പോരരുത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഫിലിപ്പിയർ 2:6 ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഫിലിപ്പി 2:5 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ.
ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഈ ആകൃതിയും മനുഷ്യനെ പോലെ ആയി കാണപ്പെട്ടു എന്നുള്ള മനുഷ്യാവതാരം തുടരുകയാണ്. എന്താ കാര്യം? പല മനുഷ്യന്മാരും നമ്മളോട് ക്രിസ്തുവിൽ വളരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുകയും ഞെരുക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? ബുദ്ധിബോധമുള്ളവൻ ആഹ്ലാദിച്ചുല്ലസിക്കുവൻ. എന്താ കാര്യം? സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. Take the word of God. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. ലൂക്ക 6:35. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായ എല്ലാത്തരം കുറ്റങ്ങളും നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ എന്ന് പറഞ്ഞ് മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലുള്ള പ്രതിഫലം വലുതായിരിക്കും. ഇപ്പൊ ചില സമയത്ത് ക്രിസ്തുവിന് വേണ്ടി ഇതുപോലെ അപമാനങ്ങൾ ഏറ്റാൽ എന്ത് ചെയ്യണം? നമ്മൾ വിഷമിച്ച് വീട്ടിൽ പോരെന്നല്ല പറയണത്, ആഹ്ലാദിച്ച് ഉല്ലസിക്കണം. എന്താ കാര്യം? മത്തായി 5:11-12 എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിൽ പ്രതിഫലമെന്ന് മാത്രം പറഞ്ഞാൽ ഓക്കെ, ഇതങ്ങനെയല്ല പ്രശ്നം. വലിയ പ്രതിഫലമുണ്ട്, ചെറിയ പ്രതിഫലമുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. അതായത് ഓരോ വ്യക്തികൾക്കും അവരുടെ അധ്വാനത്തിന് ആനുപേക്ഷികമായ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അപ്പം അതിനകത്ത് വലിയ പ്രതിഫലമുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ മഹത്വം കൃപ സ്വീകരിക്കുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് ആർജിക്കുന്ന മഹത്വം വലിയ മഹത്വമുണ്ട്, ചെറിയ മഹത്വമുണ്ട്, മഹത്വമില്ലായ്മയും ഉണ്ടാകും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക, സൽപ്രവൃത്തികൾ കൂടിപ്പോയെന്ന് ആരും ചിന്തിക്കരുത്, എത്ര കൂടിയാലും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്തെല്ലാം തരം അപകട മേഖലകളിലൂടെയാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യ ജീവിതം ഈശോ മുന്നേറ്റിക്കൊണ്ട് പോകണമെന്നറിയാവോ? മനുഷ്യർ നിങ്ങൾ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുക, അവഹേളിക്കുക, വേച്ചമായ കുറ്റം ആരോപിക്കുക, അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. സത്യസന്ധമായ ദൈവത്തെ, സ്വർഗത്തെ കണ്ടവർക്ക് മാത്രമേ ഇതുപോലെ വ്യക്തമായിട്ട് മനുഷ്യരാശിയെ പ്രബോധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് വേദകപരമായിട്ടുള്ള കുറേ സ്വപ്നങ്ങളെ കൊണ്ട് കൊടുത്ത് മാനുഷികമായിട്ട് മനുഷ്യനെ വഞ്ചിക്കുകയാണ് ചെയ്യണത്. സത്യസന്ധമായി ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന എണ്ണീന് പറയുന്ന മാനസിക ശാരീരിക പീഡകൾ, when we receive it in the name of Jesus Christ, we are in our kingdom of God. നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിലാണ്, അവൻ്റെ ദൈവരാജ്യത്തിലായിരിക്കും. അപ്പം ദൈവരാജ്യത്തിനെ പ്രതിയായിട്ട് നിങ്ങൾ കാഴ്ചവെക്കണം. എന്ത് വിഷയമുണ്ട്? അതുകൊണ്ടാണ് നിങ്ങൾ പരമാവധി പോകണ്ട എന്ന് ഈശോ പറയണത്, ശണ്ട കൂടാൻ പോകണ്ട എന്ന് ഈശോ പറയണത്. ചിലയിടത്ത് തോറ്റു കൊടുക്കാൻ പറയും, ചിലത് തല്ലും കൊണ്ട് പോരാൻ പറയും. എന്താ കാര്യം? നമുക്കിനിയും പോകാൻ ഇടമുണ്ട്. അതുകൊണ്ടാണ് പോകാനിടമില്ലാത്തവർ തല്ലും കൊണ്ട് പോരണ്ട, തിരിച്ച് തല്ലിട്ട് പോരാൻ പറയും. അവർക്ക് പോകാനിടമില്ല. ഈ ഭൂമി വെച്ച് അവരുടെ ജീവിതം അവസാനിക്കണം, സെമിത്തേരി വെച്ച്. പക്ഷേ നീ അങ്ങനെയല്ല. നിനക്ക് വേണ്ടി മരിച്ചവൻ, നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവൻ വീണ്ടും വരുമെന്ന് പറയുന്നുണ്ട്. സമരക്കാരൻ പറയുന്ന കഥയിൽ ഒരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്?
ആ മനുഷ്യനെ കൊണ്ട് സത്യത്തിലാക്കിയിട്ട് പറയും, 2 ദിനാറ കൊടുത്തിട്ട് പറയും, എന്തെങ്കിലും കുറവുണ്ടാകും, എനിക്കറിയാം, ഇവന് എന്തെങ്കിലും കുറവുണ്ടായാൽ ഞാൻ തന്നെ അത് നികത്താതിരിക്കത്തില്ല. എപ്പോഴാണ്? ഞാൻ തിരിച്ചു വരുമെന്ന്. ആരാണ് തിരിച്ചു വരാൻ പോണത്? നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ തിരിച്ചു വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ക്രിസ്തു. കൈയടിച്ച് കർത്താവേ. അഭിഷേകം ചെയ്യണമേ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ആത്മാവിനാവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ആത്മാവിനാവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. അതായത് ലൂക്കാസ് വിശേഷം 10:35. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. അടുത്ത ദിവസം ലൂക്ക 10:35. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. എല്ലാവരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ആത്മാവിനാവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സമരിയക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. പരിശുദ്ധാത്മാവിലാണ് സുവിശേഷം വായിക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് അവനോട് പറയും, ഇത് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ്. ഇവൻ്റെ കയ്യിരിക്കുന്ന വെള്ളവും ഇവൻ്റെ കയ്യിരിക്കുന്ന വീഞ്ഞും എണ്ണയുമാണ് നിന്നെ ആത്മാവിനെ പൂരിതമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. ഇവനെന്താ പറയണത്? ആ സത്യം സൂക്ഷിപ്പുകാരനോട് പറയുന്ന വാക്കുണ്ട്. എന്താ പറയണത്? എന്തെങ്കിലും കൂടി ചിലവാകണമെങ്കിൽ അതാരോട് പറയണതാ? ആരെല്ലാം കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നുവോ അവനോടെല്ലാം ദൈവം പറഞ്ഞ വാക്കാണ്. നിന്റെ സഹോദരന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അപ്പന് വേണ്ടി, അയൽവാസിക്ക് വേണ്ടി, നിന്റെ ശത്രുവിന് വേണ്ടി പോലും എന്തെങ്കിലും കൂടി നിന്റെ കയ്യിൽ ചിലവാകണമെങ്കിൽ എൻ്റെ ദൈവവേദനെ അത് സൗജന്യമല്ല. ഐ വിൽ റീപേ ഇറ്റ്. ഞാനത് തിരിച്ചു തരും. എപ്പോഴാണ്? ഞാൻ വരുമ്പോൾ. വരണവരെ നീ കാത്തിരിക്കണം. കൈയടിച്ച് കർത്താവ് നിത്യതയിൽ
അവസാനം ഈശോ വരുന്നത് വരാണ് ആ വിഷയം. നമ്മളെല്ലാം ഈ സൽപ്രവൃത്തികളും കൃപാവര പ്രവൃത്തികളും ചെയ്യണത് എന്തുകൊണ്ടാണ്? അവൻ മഹത്വരാജനായി വീണ്ടും വരുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ സൂര്യസ്വഭയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ സ്വർഗീയ വിരുന്നിലെ സ്വർഗീയ ജെറുസലേമിലെ മണവാളിൻ്റെ കൂടെ സഭയാകുന്ന മണവാട്ടി നിത്യമായ ബാങ്കറ്റ് ആൻഡ് ഫീസ്റ്റിൻ്റെ സെലിബ്രേഷൻസിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരുക്കുകയാണ്. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 സ്വർഗീയ രാജ